പ്രൈസ് ലോർഡ്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ നാമത്തിൽ അവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ദൈവവചന ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം അതിൻ്റെ ആദ്യഭാഗം ഇപ്രകാരം പറയുന്നു: യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കൽ എത്തി. ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശു കർത്താവ് സ്നേഹിച്ച ഒരു കുടുംബമാണ് ബേഥാനിയയിലെ ലാസറിൻ്റെ കുടുംബം. ലാസർ അസുഖമായി കിടക്കുന്ന സമയത്ത് തന്നെ ലാസറിൻ്റെ സഹോദരന്മാർ ആളയച്ച് യേശുവിൻ്റെ അടുക്കൽ പറയിച്ചു, നിനക്ക് പ്രിയനായവൻ ധീരമായി കിടക്കുന്നുവെന്ന് ഉള്ള കാര്യം യേശുവിനെ അറിയിച്ചു. പക്ഷേ യേശു ലാസറിൻ്റെ ഭവനത്തിലേക്ക് എത്തിയത് ലാസർ മരിച്ച് 4 ദിവസമായപ്പോഴാണ്. യേശു വരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ മാർത്ത യേശുവിനെ എതിരേൽക്കുവാൻ ചെല്ലുന്നു. പിന്നീട് മാർത്ത വന്ന് മറിയയുടെ അടുക്കൽ എത്തി മറിയെ വിവരം അറിയിച്ചു. യേശു വരുന്നുണ്ടെന്നുള്ള വിവരം മറിയെ അറിയിക്കുകയും മറിയ യേശുവിനെ എതിരേൽക്കുവാൻ പോവുകയും ചെയ്യുന്നു. അതുവരെ യേശു ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത യേശുവിനെ എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു. ഈ അധ്യായം വായിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യം, പിതാവായ ദൈവം യേശുവിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്നും യേശുവിന് മുന്നമേ അറിയാമായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ഹൃദയം വിചാരപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ വ്യാകുലപ്പെട്ടിരുന്നു. യഹൂദന്മാർ തന്നെ കല്ലെറിയുവാൻ സാധ്യതയുണ്ട്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം പലവിധ ചിന്തകളാൽ യേശു വെയിറ്റ് ചെയ്തത്, 4 ദിവസം വരെ വെയിറ്റ് ചെയ്തത്. 11:33 കാണുന്നു, മറിയ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ മറിയയുടെ കൂടെ വന്ന യഹൂദന്മാർ കരയുന്നത് യേശു കണ്ടു. മറിയ കരയുന്നു, കൂടെ വന്ന യഹൂദന്മാരും കരയുന്നു. അവർ കരയുന്നത് കണ്ടപ്പോൾ യേശുവിൻ്റെ ഉള്ളം നൊന്തു. തന്നെ എറിയുവാൻ ഇരിക്കുന്ന യഹൂദന്മാരുടെ കരച്ചിൽ കണ്ടപ്പോൾ യേശുവിൻ്റെ ഉള്ളം നൊന്തു. തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഇരിക്കുന്ന യഹൂദന്മാരുടെ കരച്ചിലിൻ്റെ മുമ്പിലും യേശുവിൻ്റെ ഉള്ളം നൊന്തു. യഹൂദന്മാർ കല്ലെറിയുക എന്നത് ചെറിയ കല്ലുകൾ പിറക്കി എടുത്ത് എറിഞ്ഞ് ഓടിച്ചു കളയുന്ന ഒരു രീതിയല്ല അവർ ചെയ്യുന്നത്. അവർ കല്ലെറിയുന്നത് കൊല്ലുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ അടുക്കൽ തെറ്റ് ചെയ്ത ഒരു സ്ത്രീയെയും ഓടിച്ചുകൊണ്ട് യഹൂദന്മാർ വരുന്നു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, മോശയുടെ ന്യായപ്രമാണം പറയുന്നത് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്നത്. നീ ഇവൾക്ക് എന്താണ് ശിക്ഷ വിധിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറയുന്ന കാര്യം ഇതാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ കല്ല് താഴെയിട്ടിട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഹൂദന്മാർ കല്ലെറിയുക എന്നത് ചെറിയൊരു എറിച്ചിലല്ല അവർ എറിയുന്നത്. അവരുടെ ഉദ്ദേശം കൊല്ലുക തന്നെയാണ്. നമ്മൾ ആദ്യം വായിച്ച ദൈവവചനം, യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. ഇവിടെ പറയുന്നത് യേശു പിന്നെയും കല്ലറയ്ക്കലെത്തി എന്നാണ്. അതിൻ്റെ അർത്ഥം ഇതിനു മുമ്പ് അല്ലെങ്കിൽ തൊട്ടു മുമ്പ് യേശു ലാസറിൻ്റെ കല്ലറ വരെ ഒന്ന് വന്നിരുന്നു. കല്ലറ വരെ വന്നിട്ട് തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോൾ ചിലരുടെ ചോദ്യങ്ങൾ യേശു കേൾക്കുന്നു. അതിൻ്റെ 11-ാം അധ്യായം 37-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ചിലരോ കുരുടൻ്റെ കണ്ണ് തുറന്ന ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് യഹൂദന്മാർ ചോദിക്കുന്നു. കല്ലറ വരെ വന്നിട്ട് തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്ന യേശു കർത്താവ്, കല്ലറ വരെ വന്ന് കണ്ടിട്ട് തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്ന യേശു കർത്താവ് അവരുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ വീണ്ടും തിരികെ വന്നു. അതുകൊണ്ടാണ് പറയുന്നത്, യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കൽ വന്നു. ഹല്ലേലൂയ. ഇന്ന് ചിലരുടെ ചോദ്യം യേശുവിനെ നിൻ്റെ വിഷയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ഇതേത് വിഷയത്തിൻ്റെ മുമ്പിലാണോ ഇരിക്കുന്നത്? ചില ചോദ്യങ്ങളുടെ മുമ്പിലാണോ ഇരിക്കുന്നത്? യേശുവിനെ താങ്കളുടെ വിഷയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും. യേശു താങ്കളുടെ വിഷയത്തിൻ്റെ മുമ്പിൽ വന്നു നിന്നാൽ ആ വിഷയത്തിന് ഇന്ന് ഒരു വിടുതലുണ്ടാവും. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ അത്ഭുതങ്ങളുണ്ട്. യേശുവിൻ്റെ നാമം ഉപയോഗിക്കുകയാണെങ്കിൽ കരച്ചിലുകൾ മാറും, വിലാപങ്ങൾ മാറും. അതുവരെ ദുഃഖത്തിൻ്റെ കണ്ണുനീരാണെങ്കിൽ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ദിവസങ്ങൾ ഉണ്ടാവും. അവരുടെ ശത്രുവിൻ്റെ കരച്ചിലും കേൾക്കുന്ന ഒരു ദൈവമാണ്.
ഹല്ലേലൂയ. അവരുടെ കരച്ചിലിൻ്റെ മുമ്പിലും തന്നെ എറിയുവാനിരിക്കുന്നവരുടെ കരച്ചിലിൻ്റെ മുമ്പിലും യേശു നിന്നു. മറിയയുടെയും മാർത്തയുടെയും കരച്ചിൽ യേശു കണ്ടു. യേശു സ്നേഹിച്ച കുടുംബത്തിൻ്റെ കണ്ണുനീരിനെ യേശു മാറ്റി. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, ഞാൻ ഉറപ്പോട് പറയാം, യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തയ്യാറാണോ? യേശു രക്ഷകനാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? യേശുവിന് ഹൃദയത്തിലെ ഒരു പ്രധാന സ്ഥാനം കൊടുക്കാൻ തയ്യാറാണോ? യേശു വരും. നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്തേക്ക് യേശു വരും. ലാസറിൻ്റെ കല്ലറയുടെ അടുക്കിലേക്ക് വന്ന് യേശു പറഞ്ഞു, കല്ല് ഉരുട്ടി നീക്കുവിൻ എന്ന് പറഞ്ഞു. അവർ കല്ല് ഊരിട്ട് നീക്കി. യേശു പറഞ്ഞു, ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചപ്പോൾ വചനം പറയുന്നു, മരിച്ച ലാസർ ജീവനുള്ള ദേഹിയായിട്ട് പുറത്തു വന്നു. ഇന്ന് വിശ്വസിക്കുക, ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് യേശു ഇന്ന് പറയുന്നു, വിഷയം മാറിപ്പോ, അതിൻ്റെ അകത്ത് ജീവൻ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നാറ്റം വമിച്ചു എന്നാണ് പറയുന്നത്. നാറ്റം വമിച്ച അവസ്ഥയിൽ നിന്ന് അത് തീർന്നു. ഒരു സാധ്യതയുമില്ല. ഇനിയും ജീവനിലേക്ക് വരുവാൻ ഒരു സാധ്യതയില്ല. യേശുവിൻ മാർത്തയുടെ സഹോദരി പറഞ്ഞത് ഇത് തന്നെയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ല, ഇനിയും ഒരു സാധ്യതയുമില്ല. പക്ഷേങ്കിൽ യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഏത് ഭാരമോ ഏത് പ്രയാസത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്, വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. ദൈവമഹത്വം കാണാൻ പോകുന്നു. ഇപ്പോൾ നേരിടുന്ന വിഷയത്തിന്മേൽ മഹത്വം കാണാൻ പോകുന്നു. ഇപ്പോഴുള്ള കരച്ചിൽമേൽ മഹത്വം കാണാൻ പോകുന്നു. ഇപ്പോഴുള്ള അവസ്ഥകളുടെ മേൽ മഹത്വം കാണാൻ പോകുന്നു. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ നിന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം സാഹചര്യങ്ങളെ മാറ്റുന്നതാണല്ലോ. ദൈവത്തിൻ്റെ ഒരു വാക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നല്ലോ. ആ വാക്ക് ഞാൻ ഇന്ന് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്മേൽ ഞാൻ അയച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതൽ, പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. വിടുതലുണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. God bless you all. Amen.